ആഗോളവൽകൃതമായ ഒരു ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ആ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തെ ജനങ്ങൾ കൂടിയാണ്. ജനങ്ങളെ സമ്പത്തായി പരിഗണിക്കുന്ന കൺസെപ്റ്റാണ് മാനവ മൂലധനം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ മാനവ മൂലധനത്തെക്കുറിച്ചാണ്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. NCERT പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പാഠപുസ്തകം സ്റ്റേറ്റ് സിലബസിൽ 11ാം ക്ലാസ് വിദ്യാർത്ഥികളും CBSEയിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥികളും പഠിക്കുന്നതാണ്. ഈ പാഠപുസ്തകത്തിൽ നിന്ന് PSCക്ക് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക റിവിഷൻ പരിപാടിയാണിത്. ആദ്യത്തെ 4 അധ്യായങ്ങൾ മുൻ വീഡിയോകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് 5ാമത്തെ അധ്യായമാണ്, മാനവ മൂലധനം അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ. സ്വാഗതം. ഒരു രാജ്യത്തിലെ ജനങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന അവരുടെ ഉൽപാദനക്ഷമത കൂട്ടുവാൻ സഹായകരമായ വിദ്യാഭ്യാസം, നൈപുണ്യങ്ങൾ, ആരോഗ്യം എന്നിവയൊക്കെയാണ് മാനവ മൂലധനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ചോദ്യം മാനവ മൂലധനത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചായിരിക്കും. ഏതൊക്കെയാണ് മാനവ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ അഥവാ മാനവ മൂലധനം ലഭിക്കുവാൻ ഒരു രാജ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ആ രാജ്യം വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം നടത്തണം. അതുകൊണ്ട് അത് ഒന്നാമത്തെ മാനവ മൂലധനത്തിൻ്റെ ഉറവിടമാണ്. രണ്ടാമത്തേത് ആരോഗ്യത്തിൽ നിക്ഷേപം നടത്തണം. മൂന്നാമത് തൊഴിൽ പരിശീലനത്തിൽ നിക്ഷേപം നടത്തണം. പിന്നീട് കുടിയേറ്റം മാനവ മൂലധനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മാനവ മൂലധനത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സോഴ്സാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് 1947 ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് കേവലം 12% മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 77.7% ഇന്ത്യയുടെ സാക്ഷരത. എന്താണ് ഈ സാക്ഷരതാ നിരക്ക്? ഒരു രാജ്യത്തെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് 7 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ സ്വന്തം മാതൃഭാഷയെങ്കിലും എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാരുടെ ശതമാനത്തെയാണ് നമ്മൾ ലിറ്ററസി റേറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നിയമം നിർമ്മിക്കാൻ ഒരേപോലെ അവകാശമുള്ള സംഗതികളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ സാർവത്രീകരിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് 2001 ആരംഭിച്ച പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. 2018 മുതൽ ഇത് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി മാറി. മാനവ മൂലധനം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ. ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനെയാണ് മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ അകത്തും മൈഗ്രേഷൻ നടക്കാം, രാജ്യത്തിന് പുറത്തേക്കും മൈഗ്രേഷൻ നടക്കാം. മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പദമാണ് ബ്രെയിൻ ഡ്രെയിൻ. ഒരു രാജ്യത്തെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ് എന്നിവരൊക്കെ മറ്റേതെങ്കിലും വികസിത രാജ്യങ്ങളിലോട്ട് കുടിയേറി പാർത്ത് നമ്മുടെ എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം അവിടുത്തെ എക്കോണമിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക്, റൂറൽ ഏരിയയിൽ നിന്ന് അർബൺ ഏരിയയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. തൊഴിൽ തേടിയാണ് ആൾക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് പലപ്പോഴും പോകാറുള്ളത്. മൈഗ്രേഷന് 2 കാരണങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന് പുഷ് ഫാക്ടേഴ്സ്, രണ്ടാമത്തേത് പുൾ ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, പുഷ് എന്ന് പറഞ്ഞാൽ തള്ളിവിടുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും കാരണങ്ങളാൽ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വരികയാണ്.
അതായത് ഫോർ എക്സാമ്പിൾ യുദ്ധം നടക്കുന്നു, അസുഖങ്ങൾ വരുന്നു, ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുടെ സമ്മർദ്ദത്താൽ അവർ മറ്റൊരു രാജ്യത്തോട്ട് കുടിയേറി പാർക്കുകയാണെങ്കിൽ അതിനെയാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ടാണ് ഈ പുഷ് ഫാക്ടർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് മറ്റൊരു രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട തൊഴിലവസരം ലഭിക്കും, കൂടുതൽ സാലറി ലഭിക്കും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് പുൾ ഫാക്ടേഴ്സ് കാരണമാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ ഒട്ടനവധി സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളും അവ രൂപീകൃതമായ വർഷവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ NCERT എന്നാണ് NCERT സ്ഥാപിതമായത്. അത് 1961 ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. 1956 UGC നിലവിൽ വരുന്നത്. ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇത് 1945 സ്ഥാപിതമായെങ്കിലും 1987 സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിത്തീരുന്നത്. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR. ഇത് 1949 രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.